ഗിദെയോന് ശേഷം തൻ്റെ മകനായ അബീമേലെക്ക് അവർക്ക് രാജാവും നായകനുമായി. അതിനുവേണ്ടി അബീമേലെക്ക് തൻ്റെ 70 സഹോദരന്മാരെ കൊന്നു. എന്നാൽ ഇളയവനായ യോഥാം ഒളിച്ചു കളഞ്ഞതുകൊണ്ട് കൊന്നില്ല. അബീമേലെക്കിനെ അവർ രാജാവാക്കിയതുകൊണ്ട് വൃക്ഷങ്ങൾ തങ്ങൾക്കൊരു രാജാവിനെ അഭിഷേകം ചെയ്യുവാൻ പോയ കഥ യോഥാം അവരോട് പറയുന്നതാണ് 8-ാം വാക്യം മുതൽ. ഒലിവ് വൃക്ഷവും അത്തിവൃക്ഷവും മുന്തിരിവള്ളിയുമെല്ലാം രാജാവാകുവാൻ വിസമ്മതിച്ചപ്പോൾ അവരെല്ലാം ചേർന്ന് മുൾപടർപ്പിനെ രാജാവാക്കി. മുൾപടർപ്പ് രാജാവാക്കിയവരോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ നിഴലിൽ ആശ്രയിപ്പിൻ, അല്ലെങ്കിൽ മുൾപടർപ്പിൽ നിന്ന് തീ പുറപ്പെട്ട് നിങ്ങളെ ദഹിപ്പിക്കും. ഇവിടെ ലോകത്തിൻ്റെ അധികാരികളും അവർക്ക് അധികാരം ലഭിച്ചാൽ അവർ സ്വാർത്ഥന്മാരായിത്തീരും. അവർ ജയിക്കേണ്ടതിന് അവർ മറ്റുള്ളവരെ കൊല്ലുന്നു, അവർക്കായി അനേകർ മരിക്കുന്നു. എന്നാൽ നമുക്കൊരു രാജാവുണ്ട്, അത് നമ്മുടെ രാജാതി രാജാവായ കർത്താവാണ്. ആ രാജാവിൻ്റെ പ്രത്യേകത അവൻ നമുക്കായി മരിച്ചു എന്നുള്ളതാണ്. ആ ക്രിസ്തുവിൻ്റെ രാജ്യത്വം മാറ്റമില്ലാത്ത രാജ്യത്വമാണ്.